ഹലോ, ഈ രസം ഉണ്ടാക്കാനായിട്ട് വെറും 10 മിനിറ്റ് മതി കേട്ടോ. അത്രയും സിമ്പിളായിട്ടുള്ള ഒരു രസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അത്. ഇത് ഞാൻ ഇങ്ങനെയല്ല കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇത് വേറൊരു വീഡിയോ കണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ എളുപ്പമായിട്ടും തോന്നി, നല്ല രസമായിട്ടും തോന്നി കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ ഞാൻ അതിനെടുത്തിട്ടുള്ളത് ഒരു മിക്സിയുടെ ജാറിൽ എടുത്തിട്ട് അതിലേക്ക് 2 തക്കാളി ഇട്ട് കൊടുത്തു. അതിന് ശേഷം അതിൽ വെളുത്തുള്ളി, അത് തൊലി കളഞ്ഞിട്ടില്ല കേട്ടോ, കാരണം അത് ലാസ്റ്റ് ഇത് അരിച്ചെടുക്കും, അതുകൊണ്ടാണ് തൊലി കളയാതെ. പിന്നെ അതിൽ കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വേണ്ടവർക്ക് കുരുമുളക് ആഡ് ചെയ്യാം. പിന്നെ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് പുളിയാണ് കേട്ടോ, കുറച്ച് പുളി അങ്ങനെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇത് നന്നായിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായി അടിച്ചെടുക്കുക. നന്നായി അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ വേറൊരു പാത്രം എടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. വറ്റൽമുളക് വേണ്ടവർക്ക് അത് ആഡ് ചെയ്യാം. ഞാൻ വറ്റൽമുളക് ഇട്ടിട്ടില്ല. പിന്നെ കറിവേപ്പില അതിട്ടിട്ട് നമ്മൾ ആ അടിച്ച ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ട പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചതിന് ശേഷം ഇത് പുളി വെള്ളമായിട്ട് ഉപയോഗിക്കുക. ഞാൻ അങ്ങനെ ഇട്ട് കൊടുത്തേക്കാണ്, കാരണം എന്താ വെച്ചാൽ ലാസ്റ്റ് ഞാനത് അരിച്ചെടുക്കും, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇട്ടത്. പിന്നെ നമ്മളെ പാകത്തിന് രസപ്പൊടി ഞാൻ ഇങ്ങനെ ഒരു കണക്കിനാണ് ഇടൽ. അതാണ് നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ അതിന് ശേഷം നമ്മൾ കുറച്ച് ഇത് കായം ഇവിടെ കൂടുതൽ മുന്തി നിൽക്കുന്നത് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് കായം ചേർത്തിട്ട് കൊടുത്തത് കേട്ടോ. പിന്നെ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് ഞാൻ അതല്ല കേട്ടോ, കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് നമ്മൾ മല്ലിയിലയും ചേർത്ത് കൊടുക്കുക. ഇത്രേ ഉള്ളൂ കേട്ടോ. വെറും 10 മിനിറ്റ് കൊണ്ട് നമ്മൾ രസം റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.